നമ്മൾ പുതുതായിട്ടൊരു വീട് പണിയുമ്പോൾ അതിൽ പ്ലാസ്റ്ററിങ്ങിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്ന ഭിത്തി നന്നായിട്ട് വൃത്തിയായിരിക്കണം. ഫോർ എക്സാമ്പിൾ ഓയിൽ, ഡേർട്ട്, ഗ്രീസ് ഇപ്പോൾ മേ ബി സർഫസിൽ കാണുമായിരിക്കും. അതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തിട്ട് മാത്രമേ പ്ലാസ്റ്റർ സർഫസിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമതായിട്ട് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്ന ഭിത്തി അപ്പം തന്നെ നനയ്ക്കാൻ പാടില്ല. കാരണം ഇതിൽ വാട്ടർ സിമെൻറ്റ് റേഷ്യോയിൽ ഒരു ചേഞ്ച് വരും. പകരം തലേ ദിവസം നനച്ച് നെക്സ്റ്റ് ഡേ ഡ്രൈ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ പ്ലാസ്റ്റർ സർഫസിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇത് നല്ല നനഞ്ഞൊരു ഭിത്തിയാണ്. ഇതിൽ പ്ലാസ്റ്റർ ഒരിക്കലും സർഫസിൽ പിടിക്കില്ല. പകരം അതൊരു ഡ്രൈ സർഫസ് ആയതുകൊണ്ട് നമ്മുടെ പ്ലാസ്റ്റർ അതിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുകയും പകരം റീബൗണ്ട് ആയിട്ട്, അതായത് വേസ്റ്റേജ് ആയിട്ട് വരാണ്ടിരിക്കുകയും ചെയ്യുകയുള്ളൂ. മൂന്നാമതായിട്ടുള്ളൊരു പ്രോസസ്സാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. അതായത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള സർഫസിനെ റഫാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് ഹാക്കിംഗ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് സീലിങ്ങിൽ അതുപോലെ തന്നെ കോൺക്രീറ്റിൽ ഇതുപോലെ ഹാക്കിംഗ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ പ്ലാസ്റ്റർ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ സ്മൂത്ത് സർഫസിനെ റഫാക്കിയതിന് ശേഷം മാത്രമേ ഈ പ്ലാസ്റ്റർ അല്ലെങ്കിൽ ഈ തേപ്പ് നമ്മുടെ ഭിത്തിയിൽ നല്ല രീതിയിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കത്തുള്ളൂ. നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മെഷ് ഫിക്സിംഗ്. അതായത് ഡിഫറെൻറ്റ് സർഫസുകളിലെ ജോയിൻറ്റുകൾ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കോൺക്രീറ്റ് സർഫസിൻ്റെയും ബ്രിക്ക് സർഫസിൻ്റെയും ജോയിൻറ്റുകളിൽ നമ്മൾ മെഷ് ഫിക്സ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ പ്ലാസ്റ്റർ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ വിള്ളലുകൾ വരാൻ നല്ല സാധ്യത കൂടുതലാണ്. നമ്മൾ അഞ്ചാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബുൾ മാർക്കിംഗ്. അതായത് നമ്മുടെ ഈ സർഫസ് എന്ന് പറയുന്നത് ലെവലായിരിക്കും. അപ്പോൾ നമ്മുടെ പ്ലാസ്റ്റർ അല്ലെങ്കിൽ തേപ്പ് കറക്റ്റായിട്ട് ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബുൾ മാർക്കിംഗ് ചെയ്യുന്നത്. ഇനി ഈ ഒരു സർഫസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിപ്പോൾ ബുൾ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സർഫസാണ്. ഇതിൽ നമ്മൾ ഡിസൈഡ് തിക്നെസ്, ഇപ്പോൾ 12 mm തിക്നെസ് ആണെങ്കിൽ ആ ഒരു ഡിസൈഡ് തിക്നെസ് കിട്ടണമെങ്കിൽ നമ്മൾ ബുൾ മാർക്ക് ചെയ്തേ പറ്റുള്ളൂ.